ഇരുട്ടിൽ മുങ്ങിയ ആ രാത്രിയിൽ ഗ്രാമത്തിലെ വഴികൾ വിജനമായിരുന്നു. 25 വയസ്സുകാരിയായ മായ തന്റെ പഴയ തറവാട്ട് വീട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവളുടെ ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കാറ്റിന്റെ മൂളൽ മാത്രം. ജനലഴികളിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്ന ഉണങ്ങിയ ഇലകൾ ഭീതിയുടെ ഒരു പുതിയ മാനം നൽകി. ബാക്കി കാണുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാക്കി കേൾക്കുക. വീടിന്റെ കതക് തുറന്നപ്പോൾ പഴുകിയ തടിയുടെ ഞരങ്ങൽ ഒരു നിലവിളി പോലെ മുഴങ്ങി. അകത്ത് ഇരുട്ട് കട്ടപിടിച്ചു നിന്നു. ടോർച്ചിന്റെ നേർത്ത വെളിച്ചത്തിൽ ഭിത്തിയിലെ പഴയ ചിത്രങ്ങൾ ജീവൻ വെച്ചതുപോലെ തോന്നി. മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്ന മായ പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് കടന്നുപോയതെറിഞ്ഞു. ജനലുകൾ അടഞ്ഞുകിടന്നിട്ടും ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. അലമാര തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു പഴയ കളിപ്പാട്ടം താഴെ വീണു. ഒരു പൊട്ടിയ കണ്ണുള്ള പാവ. മായ ഞെട്ടി പിന്നോട്ട് മാറി. അപ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് ഒരു നേർത്ത ചിരി കേട്ടു. അത് ഒരു കുട്ടിയുടെ ചിരിയായിരുന്നു, എന്നാൽ അതിൽ ഭീകരമായ ഒരുതരം നിഗൂഢത ഒളിഞ്ഞിരുന്നു. ടോർച്ച് ലൈറ്റ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ചു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഒരു ചെറിയ രൂപം നിൽക്കുന്നത് മായ കണ്ടു. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി. അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങി. അടുത്ത നിമിഷം ആ രൂപം മായയെ നോക്കി ചിരിച്ചു. ആ ചിരി മായയുടെ എല്ലുകളെ മരവിപ്പിച്ചു. അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിലെ ലൈറ്റ് മിന്നിമറഞ്ഞു. ഭിത്തിയിലെ ക്ലോക്കിൽ സമയം നിലച്ചു. മായയുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. അവൾ ഒരു നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. ആ രൂപം പതിയെ മായയുടെ നേർക്ക് നടന്നു തുടങ്ങി. ഓരോ കാൽവെപ്പും മരണത്തിന്റെ താളം പോലെ മായയ്ക്ക് തോന്നി.